സംസ്ഥാനത്തുടനീളം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ 4 പ്രധാന ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന തൃശൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് നാളെ പ്രാദേശിക ഭരണകൂടങ്ങൾ അടിയന്തര ജാഗ്രതയുടെ ഭാഗമായി സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകിയിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പഠന കേന്ദ്രങ്ങൾക്കും അവധി ബാധകമായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ, സാധാരണ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധിയിലാണ്. അതായത് യാതൊരുവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകി. എന്നാൽ സർവകലാശാലകളും മറ്റ് ഏജൻസികളും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ലെന്നും ജില്ലാ ഭരണകൂടങ്ങൾ അടിയന്തര അറിയിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിലും മഴക്കെടുതി രൂക്ഷമായതോടെ ട്യൂഷൻ സെന്ററുകൾ, മതപഠന ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, കോച്ചിംഗ് സെന്ററുകൾ എന്നിവയ്ക്ക് നാളെ കളക്ടർ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചു. എന്നാൽ ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക്, താമസിച്ച് പഠിക്കുന്ന കോളേജുകൾക്കും ഈ പൊതു അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിൽ കഴിയുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം അതത് സ്ഥാപന മേധാവികൾ പൂർണ്ണമായും ഉറപ്പുവരുത്തണം. പ്രാദേശികമായ അപകട സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കും അവധി നൽകാൻ സ്ഥാപന മേധാവികൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ശക്തമായ വെള്ളക്കെട്ടും മഴയും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. കോഴിക്കോട്ടെ അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കുമെങ്കിലും നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റമുണ്ടാകില്ല. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകളും വിനോദസഞ്ചാരങ്ങളും അടിയന്തരമായി നിർത്തിവെക്കണം. പുഴകളിലും അരുവികളിലും വെള്ളച്ചാട്ടങ്ങളിലും ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇവയിൽ ഇറങ്ങാനോ കുളിക്കാനോ മീൻ പിടിക്കാനോ പാടില്ല. കര കവിഞ്ഞൊഴുകുന്ന പുഴയോരങ്ങളിലും പാലങ്ങളിലും കൂട്ടം കൂടി നിൽക്കുന്നതും അപകടകരമായ രീതിയിൽ സെൽഫി എടുക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. കാറ്റിലും മഴയിലും പൊട്ടിവീണ മരച്ചില്ലകളോ വൈദ്യുതി ലൈനുകളോ കണ്ടാൽ യാതൊരു കാരണവശാലും തുടരരുത്. ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KCB കൺട്രോൾ റൂമിലോ ദുരന്ത നിവാരണ അതോറിറ്റിയെയോ വിവരം അറിയിക്കണം. ശക്തമായ ഇടിമിന്നലും കാറ്റുമുള്ള സമയങ്ങളിൽ ജനലുകൾക്ക് സമീപത്തുനിന്നും ടെറസുകളിൽ നിന്നും മാറി നിൽക്കാനും നിർദ്ദേശമുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അൺപ്ലഗ് ചെയ്ത് സൂക്ഷിക്കണം. അപകടാവസ്ഥയിലുള്ള പഴക്കമുള്ള വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറാൻ മടിക്കരുത്. വാഹനം ഓടിക്കുന്നവർ റോഡുകളിലെ വെള്ളക്കെട്ടും വിള്ളലുകളും ശ്രദ്ധിച്ച് വാഹനങ്ങളുടെ വേഗത കുറച്ച് ഡ്രൈവ് ചെയ്യണം. വെള്ളക്കെട്ടുള്ള താഴ്ന്ന പാലങ്ങളിലൂടെ വാഹനം കയറ്റിപ്പോകാൻ ശ്രമിക്കരുതെന്നും നിർദ്ദേശമുണ്ട്.